ഓ മൈ ഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഒരു മന്ത്രിക്ക് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് ഒരു ഷെഫിനെ കൊണ്ടുവരികയാണ്. സഹായിയായി നമ്മുടെ ആർട്ടിസ്റ്റും കൂടെ കൂടുന്നു. എടാ മന്ത്രിക്ക് വെക്കാനായിട്ട് ഒരാളിനെ കൊണ്ടുവരണമെങ്കിൽ എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളിനായിരിക്കും കൊണ്ടുവന്നത്. ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷണം ടെസ്റ്റ് ചെയ്യുന്നതിനായി ഒരു സ്ക്വാഡിനെയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേണം ആളുടെ ഡീറ്റെയിൽസ് ഫുൾ എഴുതിയെടുക്കണം. ആളല്ലേ ഷെഫ്. ഇൻസ്പെക്ഷൻ വരുന്ന സ്ക്വാഡ് അവരുടെ കയ്യിൽ നിന്നും എഗ്രിമെന്റും സൈൻ ചെയ്തു വാങ്ങുന്നു. പിന്നെ സാറിന് അസിഡിറ്റിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് എരിവ് നല്ല രീതിയിൽ എരിവ് കുറച്ചേ ഇടാവൂ. എരി കൂടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് കേസാവും. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഷെഫിന്റെ മണ്ടയിലായിരിക്കും പ്രശ്നം വരുന്നത്. ഇനി നടക്കാൻ പോകുന്ന തനി നാടൻ പൂരം എന്താണെന്ന് നേരിട്ട് കാണാം. ചേച്ചി ചേച്ചി എന്ന് വിളിക്കാനേ വലിയ പ്രായമായില്ല. മാമി ഓ ഞാൻ എടുക്കാം. മാമി എവിടെ താമസിക്കുന്നത്? ഞാൻ കാർഗില്ല. കാർഗോ എയർപോർട്ടിലെ സൂപ്പർവൈസറാണ്. ഇപ്പൊ നേരത്തെ ഹോട്ടലിലൊക്കെ നിന്നിട്ടുണ്ടോ? ഞാൻ 12 വർഷം ഉസ്താദ് ഹോട്ടലിലായിരുന്നു. നിങ്ങൾ ഈ 12 വർഷം കൂടെ നിൽക്കുന്നതിലാണ് ഈ തോർത്തിട്ടുണ്ട് ഇതെല്ലാം. ഈ 12 വർഷം അത് പൊങ്ങിച്ചം പറയല്ലേ? അല്ല ഞാൻ തീരെ അങ്ങ് പറഞ്ഞതല്ലേ. അന്ന ഉള്ളായിരുന്ന എന്റെ പൊറോട്ട അടിയാണ്ട് എത്ര ആൾക്കാർ മയങ്ങി വീണിട്ടുള്ള വീശി അടിയാണ് ഞാൻ. നീ വീശി അടിക്കും. ഉപ്പും പെറോട്ടയിലല്ലേ ഞങ്ങളിവിടെ പിച്ചിപ്പോലെ ഇരിക്കണ ഇങ്ങനെ ചുമ്മാ കൊളസ്ട്രോൾ വരെ ഏക നിമിഷം മതി. കൊലച്ചോറ് തിന്നാനാ? കൊളസ്ട്രോൾ കാണിക്കുന്നൊന്നും ശരിയല്ല ചേട്ടാ. ഇതെന്തോന്നാണ്? സവാള. സവാള ഇതെന്തോന്ന്? അലുവയാ? അയ്യോ അലുവ അരിച്ചിട്ടാ? ഞാൻ എഴുതി കൊടുത്തില്ലായിരുന്നല്ല. അയ്യ ഭയങ്കര തമാശ. അവിടെ നിന്നില്ല അങ്ങോട്ട്. അല്ല എടുത്തിടി ചുമ്മാ നമ്മള് കാണുന്നത് മിണ്ടാരി. ചേട്ടാ തറയെ കിടന്ന സാധനം നിങ്ങൾ ഇടല്ലേ? അവസാനം അവരുള്ളപ്പോ ഇത് ഷെഫ് ഇതും കൂടെ ഇടണം. വേണ്ടല്ലോ. നിനക്കെന്താ അത് തിന്നാനാ? ഞാൻ ചോദിച്ചാടെ. ഇപ്പഴല്ലേ വേണ്ട. അയ്യേ മല്ല ഇട്ടാ ഇത് വയണ്ട് വരണ്ടേ? നീ എന്തോന്നിടെ കാണിക്കണം? നീ ഒന്ന് ചോദിച്ചിട്ട് ചെയ്യടേ ഇതൊക്കെ. ഞാൻ ഈ ഹോട്ടലില് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന രീതിയിലായിപ്പോയി. ശരി ചേച്ചി. കുരുമുളകാണോ? ആ മസാല 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 തിരിച്ചറിയാനും പറ്റുന്നില്ല. നിങ്ങൾ ഭയങ്കര ഷെഫാണ്. ചേച്ചിക്ക് മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കുരുമുളകാണ്. കുരുമുളക് കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഹോട്ടലിലെ കറി വെപ്പും ഹോട്ടലിലെ പൊറോട്ട അടിയാണ് എനിക്ക്. ഹോട്ടലിന്റെ കാര്യമാണ് ഇവിടെ. അത് വല്ലതും കൊണ്ടുപോ നിന്റെ മുഷിന്റെ ആടാ പിടിച്ചോ ചേട്ടാ. വേണ്ട. നമ്മൾ ശരീരം നിങ്ങൾ തുടയ്ക്കുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലായ ചേച്ചി? അത് ഇതിലിപ്പോഴേ പാത്രത്തിൽ കൂടെ റേഞ്ചിലാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്താണ്. മനസ്സിലാക്കണം. എവിടെന്നെങ്കിലും ആകത്ത് നല്ലൊരു ആള് വരികയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ സ്നേഹത്തുള്ള പറയാനുള്ള വേലകൾ കളയല്ലേ. ഒരാട എന്റെ റേഞ്ചിൽ വരൂല. മുളക് എന്താടാ കാണിക്കുന്നത്? ചെറിയ മുളക് അല്ലേ ചേച്ചി? മുളക് വിടൂലേ? അതിനല്ല വറ്റൽ മുളക് ഇട്ടത്. ഇത് വേണ്ടി എടാ എരിവായി കൂടെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടാ. എടാ ഇഞ്ചി ഇത് കേട്ടില്ലേ? ഷെഫ് ഒരു മറുപടി. ഇതൊക്കെയാണ് നമ്മൾ. ഇതാണ് ഈ എക്സ്പീരിയൻസ്. 12 വർഷം 1.5 വർഷം ദുബായ്. പെട്ടെന്ന് ഇങ്ങോട്ട് ചവച്ചാ എന്നാ അതിരിക്കുന്ന ചതിക്കാനാണോ? അല്ല ഞാൻ അല്ല ചവച്ചേരല്ലേ പറഞ്ഞേ? ചതച്ച് കൂടെ അങ്ങോട്ട് വേഗം ആവട്ടെ. നമുക്ക് നമ്മൾ ജീവിക്കാൻ പറ്റും. ചേച്ചി ഞാൻ ഈ എന്റെ ഈ ആഹാര വെപ്പ് അതായത് കുക്കിംഗ് ഫീൽഡ് കൊണ്ടാണ് ഞാൻ 12 വർഷം ഞാൻ ജീവിക്കുന്നത്. ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് സലാല വരെ എന്റെ പേര് പ്രശസ്തമാണ്. ഈ സലാല എവിടെ? ദുബായ് തൊട്ടടുത്ത്. എന്തൊരു പേരാണ് കുക്കിങ്ങിനെ കുറിച്ച് എന്റെ തന്നെ നിങ്ങളുടെ ഞാൻ പറയുന്നില്ല. Their ways is cookies and of Sri Effanam. The free and the cookie and the say and the food. The last one is the last in none. Right. Shut up. The heart in the smell of my cook like on the smell like just stand. എന്റെ നിനക്ക് വല്ല മനസ്സിലായ? എനിക്ക് ഒന്നും മനസ്സിലായില്ല. അയാൾക്ക് മനസ്സിലായി. നല്ലതാണ് സംസാരിക്കുന്നത്.
കള്ളം പറഞ്ഞല്ല, ഇവൻ നമുക്ക് ഭയങ്കര ഉടായ്പ ബഹളമാണ്. 6000 രൂപയ്ക്ക് ഈ പൊത്ത ടാർപ്പയും കൊണ്ട് കെട്ടി നോക്കി സാരി കൊണ്ടേക്കണം. നോക്കി അവനെ പൊമ്മ സാരി ഉപ്പ് കുറച്ച് മതി എന്നല്ലേ പറഞ്ഞു. ഒഴിക്കട്ടെ. ഗവൺമെന്റിന്റെ പൈസ തന്നെ. മതി. ഞാനേ ഡേ ഒന്നിനെ പോയിട്ട് തരണം. എരി വേണ്ടെന്നാണ് പറഞ്ഞത്. അത് തന്നെ നോക്കിക്കോണേ. ഞാൻ ഒന്ന് എടുക്കണോ? എന്താ എടുക്കണം? മുളകുപൊടി ഇടല്ലേ ഇത്രയും? എരി വേണ്ടെന്ന് പറഞ്ഞത്. ഇത്രയും ആവൂല, എരി ആവൂല. നേരത്തെ ഞാൻ ഇട്ട്. മല്ലിപ്പൊടി നിങ്ങൾ ഇട്ടത്. ആ മുളകുപൊടി ഇട്ട് കേട്ടാ. മല്ലിപ്പൊടി ഇതൊന്നും ചെവിയില്ല. ഞാൻ ഇട്ടെന്ന് ഞാൻ പറയുന്നു. നമ്മളൊക്കെ ഇത് എക്സ്പീരിയൻസ്. അല്ല എരി വേണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ എരി ഇല്ലാതെ എങ്ങനെ ഇറച്ചി വയ്ക്കാൻ പറ്റും? അതെന്താ ന്യായം? അവർക്ക് ഇഷ്ടമുള്ള പറഞ്ഞിട്ട് പോയാ മതിയാ. നോട്ടി ഞാൻ കുഴപ്പമില്ല. കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അന്നേരത്തിന് വെള്ളം എന്തെങ്കിലും വെള്ളം അല്ല വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം ഒഴിച്ച് ഉപ്പ് അങ്ങനെ ഇടല്ലേ. ഇടേ. അത് കുറച്ചത് പിടിക്കാമെന്ന്, ഇറച്ചി പിടിക്കാവുണ്ടെന്ന് നമ്മൾ എത്രയേ വെച്ച് പരിചയമുള്ളത്. ഇളകി ഭയങ്കര ഉപ്പ്. അത് പറ്റിട്ട് ഭയങ്കര ഉപ്പ് കേട്ടാ നിങ്ങള്. ഇറച്ചി പിടിക്കും. സൗകര്യം തീ കൂട്ടി വെക്കേ. ഭയങ്കര ഉപ്പ്. അയ്യേ, നിങ്ങള് ഭയങ്കര കംപ്ലൈന്റ് ആയിട്ട് വരും ചേട്ടാ. നിങ്ങൾ കയ്യഴി വെള്ളം ഒഴിക്കുന്നത്? ഇല്ല, ഞാൻ അരപ്പ് മുക്കിയത്. നിങ്ങൾ തീ കൂട്ടി വെക്കി, ഇറച്ചിയിൽ പിടിക്കും. കട്ടൊക്കെ പിടിക്കും ഇറച്ചിയിൽ കറി. ഭയങ്കര ഉപ്പ്. അത് ഞാൻ ഉറപ്പല്ലേ പറഞ്ഞേ, ഉപ്പ് ഇപ്പൊ ഇറച്ചി പിടിക്കുമെന്ന്. ഇത് വെള്ളക്കോഴി അല്ല, നാടൻ കോഴിയാണ്. ഉപ്പാൽ പിടിക്കൂലേ? നാടൻ കോഴിയിൽ പിടിക്കൂല്ലേ? പിടിക്കും. അണ്ണാ ഉള്ള ഉപ്പെല്ലാം വാരിയിട്ട് നിങ്ങളാണ് ചേച്ചിക്ക് ചെപ്പിന് വലിയ പരിചയമില്ല. ഇങ്ങോട്ട് വേണം. ഇപ്പൊ ഒരു മൂച്ച് വെള്ളം ഞാൻ എടുത്ത് ഒഴിച്ചു. പിന്നെ മല്ലിപ്പൊടി. എന്റെ അപ്പൻ എന്താടാ കാണിക്കണം നീ? ഇത് അണ്ണാ ഇത് ഇറച്ചി പിടിക്കുമെന്ന് നീ എന്താ തോന്നിയ ദിവസം കാണിക്കണം? അവരെ ഉള്ള പോകേണ്ട കേസാണ്. നീ എന്താ പറയണത്? നിങ്ങൾ ചുമ്മാ ഇരിക്കണം. അത് ഇറച്ചി പിടിക്കും, നല്ല പിടി പിടിക്കും. ആവശ്യമില്ലാതെ കാണിക്കല. ഇപ്പൊ കുറെ മാറിയില്ലേ? എന്റെ പൊന്നെ തീർന്ന് വിഷയം തീർന്ന്. കണക്കിട്ടതായിരുന്നു. അയ്യോ നിങ്ങൾ വന്നിരിക്കുന്നു. നീ സമാധാനം ഉണ്ടാക്കുന്നു. അണ്ണാ ഞാൻ എന്താ ചെയ്തത്? അണ്ണാ ഇറച്ചി പിടിക്കും, ഇറച്ചി തിളക്കിട്ട് നീ ഇട്ടത് ഒരു ബാക്കി ഇത് ആരിട്ടത്? അത് ആദ്യം ചേച്ചി കുറെ വാരിയിട്ട്. ഷെഫ് ഇങ്ങോട്ട് നീക്കി. അവര് വന്ന് ചോദിക്കുമ്പോ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നീ ഇട്ടാ അവരിട്ടാ? ചേച്ചി കുറച്ച് ആദ്യം കുറച്ച് ഉപ്പ് വാരിയിട്ട്. ഞാൻ അങ്ങനെ വാരിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞാൻ 2 പൂറ്റ് കിട്ടി. ഞാൻ ഇച്ചിരി ഇട്ട് ഞാൻ ചേട്ടൻ ഞാൻ കണക്കിലിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇയാളെ പറഞ്ഞ കേൾക്കാത്ത വലിയൊരു പിടി വാരിയാലിട്ട്. എന്റെ പിങ്ങി ഞാൻ നിനക്ക് എന്റെ സ്വഭാവറിയല്ല. നിന്റെ സ്വഭാവം എനിക്ക് അറിയാം. നീ അങ്ങനെ ചെയ്താ? നീ ഇവരെ ഉപ്പ് വാരി ഇങ്ങനെ കയ്യിലങ്ങിട്ടു. ഞാൻ വെച്ച് അങ്ങനെ ഇടരുത്, 3 വിരലിലെടുത്ത് തൂറ്റാണെന്ന് പറഞ്ഞു. കേട്ടില്ല. ചേട്ടാ ഒരു കാര്യം ഞാൻ കളഞ്ഞിട്ട് അവളെ വിളിക്കും. ഞാൻ വിളിക്കാം. ഞാനേ ഒരു കാര്യം പറയട്ടെ, ഇത് ശരിയായി പോകത്തില്ല മോളെ. ഞാൻ പോണേ. എന്താ ചേച്ചി? ഇതില്ലേ ഞാൻ കണക്കിന് ഇവര് ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് കണക്കിന് ഉപ്പിട്ട് കണക്കിന് ഞാനൊരു കുക്കിംഗ് കാര്യമാണ്. ഞാൻ ഇവിടെ തുറക്കം മുതല് ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിയായിട്ട് ചെയ്തോണ്ടിരുന്നു. ഞാൻ ഒരാവശ്യമായിട്ട് ഒന്നിന് പോയ സമയത്ത് ഇവിടെ എന്തിനാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഞാൻ മുള ഉപ്പിട്ട് പുള്ളിക്കാർ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഉപ്പിട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ വാരി അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വാരി ഒരു മൊന്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കണം. ഞാൻ ഇങ്ങനെയാണ് അടുക്കിക്കണം. എന്തോന്നാണ് നിങ്ങൾ വന്ന നേരം വരെ അലമ്പലം. നിങ്ങളെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു മര്യാദ നീയാണോ ചെയ്തത് അവരാണോ ചെയ്തത്? ചേച്ചി കയ്യിൽ വാരി അങ്ങിട്ട് വീണ്ടും നീ അത് പറയാതെ നമ്മളുണ്ടല്ലോ. ചേച്ചി ഇളക്കിക്കോ. വേണ്ട. നീ ഇതില് ഗ്യാസിൽ ഇരിക്കുന്നേ ഉള്ളൂ, ആയിട്ടില്ല അല്ലേ? അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ. ശരി. എനിക്ക് പണി തരാനാണ് തന്നെ. കുരുള വിട്ടില്ലേ? നീ എന്താടാ അടിച്ചിട്ട് ഊപ്പാട്? നീ എന്ത് തോന്നിയ സ്ഥലം കാണിച്ചത്? ഒരു കട്ട ഉപ്പിടും. ഞാൻ പറഞ്ഞു ഉപ്പിടണ്ട. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ എന്താടാ കുരുമുളക് അവര് വരുമ്പോ പാചകം ചെയ്യണം കാണിക്കാൻ. ഇട്ട് മോളെ
ചാച്ചി ഉപ്പ് വാരി ഇങ്ങനെ ഇട്ട് ചാച്ചി ഇങ്ങനെ ഉപ്പ് വാരി ഇങ്ങനെ ഇട്ട് ഞാൻ നോക്ക് ഞാൻ ഇങ്ങനെ ഉപ്പിട്ട് അതാ ഇങ്ങനെ അതേപോലെ മുളക് പൊടി നിനക്കെന്താ ഇത് നിനക്ക് എന്താടാ കുഴപ്പം കാണണോ അല്ല ഞാൻ നോക്കി ജീവിക്കാൻ നടക്കണം ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ എല്ലാം ചെയ്ത് എല്ലാം വൈകിട്ട് ഇവര് ചെയ്യണ ജോലി പോലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാനും ഇയാളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവ എന്ത് ചെയ്തോണ്ടിരുന്നു? കൈ കൊടുത്തു ഇവ എവിടത്തെ കുക്ക് ഇന്നത്തോടെ ഇവന്റെ അവസാനം 12 വർഷം സാറേ ഓക്കെ എന്നിട്ട് ചെയ്തോണ്ടിരുന്നു. അപ്പൊ ഈ അണ്ണൻ പറഞ്ഞ സഹോദരി ഞാൻ ഒന്നിന് പോയിട്ട് സ്വാഭാവിക മനുഷ്യനല്ലേ അയാളാണ് എല്ലാം എനിക്ക് ചെയ്തത്. സത്യം ഞാൻ ഉള്ളിയെ കഴിഞ്ഞോളൂ ഞാൻ ഉള്ളി എന്നിട്ട് ഇവരെ നാട്ടെ തോർത്തുകൊണ്ട് എല്ലായിടത്തും പിടിക്കുന്നു. മൂക്കളെയും മുഖവും തുടയ്ക്കുന്ന തോർത്തുകൊണ്ട് എല്ലായിടത്തും പിടിക്കുന്നു. ഞാൻ ഒരിടത്തും പിടിച്ചില്ലേ എന്താണ് പറയട്ടെ ചേച്ചി പറയട്ടെ. അപ്പൊ എരിയും ഉപ്പും കുറച്ചു മതി എന്ന് പറഞ്ഞ മനുഷ്യന് ഞാൻ പറഞ്ഞ ഞാൻ ഇട്ട് അങ്ങേര് ഒരു കൈ പിന്നെ വാരിയിട്ട് പച്ചക്കള്ളം എന്റെ 3 മക്കളാണ് എന്റെ ഭർത്താവിന്റെ ആത്മാവാണ് സത്യം എടുത്തിട്ട് പച്ചക്കള്ളൊന്നും നീ പുറത്തു പോകത്തില്ല. നീ പുറത്തു പോകില്ല. നിന്റെ കൈയും കാലും കൊണ്ട് ഞാൻ നിന്നെ റെഡിയാക്കും. ചേച്ചിയുടെ സ്വഭാവം ഇയാൾക്ക് അറിഞ്ഞൂടാ. തിന്നത്തില്ല നിന്റെ അച്ഛനാണെന്ന് തിന്നത്തില്ല നിന്റെ മക്കളാണ് തിന്നത്തില്ല. ചാച്ചി സത്യം പറയും നിങ്ങൾ ഞാൻ കണ്ടല്ലോ അത് അവര് ഇട്ടത് എങ്ങനെ ഇട്ടത് നീ കാണിച്ചു തന്നത് ചാച്ചി അതെ അത് അപ്പുറത്തെ സ്ഥിതി പോലെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു നിന്റെ കാലിൽ ഓക്കെ സാർ ഓക്കെ ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ ഇരി ചേച്ചി എല്ലാം എന്തിരി ടെൻഷൻ. നിങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല കാര്യം പറയാം. റെഡി ആയില്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ബെറോട്ട അവിടെ ഇരിക്കുന്നു. നല്ല പൊറോട്ട ഷെഫന്നെ ഉണ്ടാക്കിയത് ഷെഫന്നല്ലേ നല്ല ചിക്കൻ എന്താ എരിവ് എരിവും ഉപ്പും ഇത് എന്തുവാ? കേട്ടില്ല സാർ. കുഞ്ഞുമോളെ ഇത് എന്തുവാണ് ഉണ്ടാക്കി വെച്ചത്? കേട്ടില്ല. അയാൾ എന്നെ പിടിച്ച് തള്ളിയിട്ട് സാർ മേഡം. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് മേഡം. എനിക്ക് ഈ കരച്ചിലോ ഈ എക്സ്ക്യൂസോ ഒന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞിരുന്നതാണ് ഇതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലായിരിക്കും കേസ് വരുന്നത്. റിമാൻഡിൽ പോവേണ്ടി വരും. പറഞ്ഞായിരുന്നോ? നല്ലതാണെങ്കിലും കൊണ്ടുപോകും, ചീത്തയാണെങ്കിലും കൊണ്ടുപോകും. ശകല ഇവിടെയൊക്കെ ഫുള്ള് നീറുന്നു. ചത്തുപോകൂലേ മന്ത്രി? സ്പൂൺ ഇട്ട് മേഡം പറഞ്ഞതുകൊണ്ട് ചെറിയ ഉപ്പിട്ട് എല്ലാം ഇതാണ് ചെറുത്. ഞാനല്ല എനിക്കറിഞ്ഞൂടാ മേഡം. ഞാൻ ചപ്പടും കേട്ട് ചാച്ചി എന്തിനിങ്ങനെ മാറിയിരുന്നേ? മന്ത്രി ആശുപത്രിയിലാക്കാൻ പ്ലാൻ ചെയ്ത് ഇത് ഞങ്ങൾ ഞാൻ പറയട്ടെ ഇത് ഞാൻ ചെയ്തില്ല സാറേ. ഞാൻ ചെയ്തില്ല. ഇത് ഹോസ്പിറ്റലാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ല സൈൻ ചെയ്ത കുഞ്ഞുമോള് തന്നെയാണല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല. സൈൻ ചെയ്ത കുഞ്ഞുമോളാണോ? ഞാൻ ചെയ്തില്ല. സൈൻ ചെയ്ത താങ്കളല്ലേ? രണ്ട് സെക്കൻഡ് ഒന്ന് നിങ്ങൾ എന്തായാലും സംസാരിച്ചത് ക്ലിയർ. എനിക്ക് വലിയ ടൈമൊന്നും തരാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇയാളൊന്ന് മാറ്റി തന്നെ ഈ കറി നല്ലപോലെ ഞാൻ ചെയ്തു തരാം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ കുഞ്ഞുമോളെ മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. മേഡം ഒരു 10 മിനിറ്റ് മേഡം എനിക്ക് അറിയത്തില്ല. ഈ മേഡം 10 മിനിറ്റ്
കൈത്തിൽ പിടിച്ചിട്ട് അച്ഛനെ 3 പേരെ വരാൻ പറഞ്ഞിട്ട് തീർക്കണം. എടാ നീ പുറത്ത് നിന്ന് തീർക്കും ഞങ്ങള് അവരെ ചൂട് 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 ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വട്ടിയാനായവന്. അണ്ണാ നീ ചുമ്മാ അണ്ണാ ഞാൻ അപ്പഴേ പറഞ്ഞ ചാച്ചി ഇത്തിട ഇടല്ലേ ഞാൻ ചാച്ചിയുടെ ചാച്ചി അത്ര ഉപ്പിടല്ലേ ഉപ്പിടല്ലേ ചാച്ചി നിന്റെ ഭാര്യ തുടങ്ങി അതെന്താ ഏർപ്പാട് പിന്നെ നീ കള്ളത്തിന് പിന്നെയും പറഞ്ഞടാ എന്റെ അടുത്ത്. പോടാ നീ പോടാ. ഞാൻ ഉപ്പിടല്ലേ ആ രണ്ടാ ഇട്ടപ്പോ ചാച്ചി ഇടല്ലെന്ന് പറഞ്ഞാ ചേച്ചിയുടെ വിഷമം കണ്ടപ്പോ പിന്നെ അല്ലാതെ ഇവരായോണ്ട് കൊള്ളാം. ചേച്ചിയുടെ വേറെ സ്വഭാവം ഏതെങ്കിലും യഥാർത്ഥ സ്വഭാവം ഇയാൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് നിന്നെ ഞാൻ പ്രശ്നം. തീർക്കും. നിന്നെ തിരിക്കും മോനെ. നിന്നെ ഞാൻ ഫോൺ നീ എനിക്ക് തന്നെങ്കിൽ നിന്റെ അമ്മടെ ഗർഭപത്രം ഒന്നും പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ആ. എന്താണ് ഞാൻ വലിയ ആളായിട്ടാണ് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചത്. മര്യാദക്കടാ ഒരു ജാടയും കാണിക്കാത്ത എന്ത് സൗമ്യമായിട്ടാ എന്ത് ലളിതമായിട്ടാ എന്ത് ഹമ്പിളായിട്ടാ സംസാരിച്ചത് നമ്മൾ. ഇതൊന്ന് ഒഴിച്ചു കളയോ പെട്ടെന്ന് ഒഴിച്ചു കളാം. ആ കരിയേപ്പിലെ കൂടെ ഒന്ന് മറിയിടും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ നിങ്ങളെല്ലാം ഒരുമിച്ചായല്ലേ ഞാൻ നിങ്ങൾ അപ്പഴേ പറഞ്ഞില്ലേ വാരി ഇടല്ലേ വാരി ആര് പറഞ്ഞു നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് പ്രാവശ്യം അയ്യോ അയ്യോ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു അജി ഇടല്ലേ വാരി ഇടല്ലേ വാരി ഇടല്ലേ തീ കത്തിക്കണം പെട്ടെന്ന് പെട്ടെന്ന് തീ കത്തിയാണ്. ഓ എന്റെ പട്ടി എടാ ഒന്ന് കത്തിരടാ. പട്ടി എത്തിക്കും ഓ പിന്നെ എന്നെ ഇവിടെ ചീത്ത വിളിച്ചിട്ട് നിങ്ങളുടെ ഞാൻ പറഞ്ഞു അപ്പോഴും വാരി ഇടല്ലേ ഇത്രയും പ്രശ്നമായതല്ലേ പോടാ കള്ളത്തിനാ പറയാ പോടാ. നിങ്ങൾ മുളക് വാരിട്ടപ്പോ ഞാൻ പറഞ്ഞു അത്തയിട്ട നിന്നെ ഞാൻ പണി ഇപ്പൊ ഞാൻ പറയുന്നത് നിന്നെ ജോലി ചെയ്ത് ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പെറോട്ട് അടിച്ചോളാം നീ ബെറോട്ട് അടിക്കുന്ന നിന്റെ കൈ ഉണ്ടെങ്കിൽ നീ ബെറോട്ട് അടിക്കത്തുള്ളൂ. നീ എനിക്കിട്ട് പണിഞ്ഞാടാ ഞാൻ ഇവിടെ നിന്ന് പോകും. നിന്റെ കൈ കൊണ്ട് നിനക്ക് നീ ജോലി തിന്നത്തില്ല. നിനക്ക് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ അപ്പോൾ ഞാൻ പോകും ചാച്ചോളാം എത്ര പ്രാവശ്യം പറഞ്ഞു ഉപ്പിടല്ലേ ഉപ്പിടല്ലെന്ന് ഉപ്പിടാൻ അതിന് ഞാൻ പറഞ്ഞു ആ എന്താ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കണം ആദ്യം അതവര് ചെയ്തോ. വെളിച്ചെണ്ണ ഒഴിക്കോ അവർക്കറിയാം അതെങ്ങനെ ചെയ്യണോ. ഈ കരിപ്പല കുറച്ചുകൂടി കുറച്ചുകൂടി ഇത് കുറച്ചു ഞാൻ പറയട്ടെ ഞാനേ ചാച്ചി കുറച്ച് കാര്യം പറഞ്ഞുതരാം കുറച്ചുകൂടി കുറച്ചുകൂടി എന്തൊരു ഇച്ചിരി കറി ഇട്ടാ മതി കറുപടി കറുപടി വിളിച്ചോ അയ്യോ അയ്യോ ഇതാ ഇതിട്ടില്ല ഡേയ് 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 മുള വിട്ടില്ല അല്ലെ മുള വിട്ടില്ലെന്ന് ഇയാൾക്ക് ഇനി എന്തായാലും വർക്ക് കിട്ടൂല. ചാച്ചി മുള വിട്ടാ മുള വറ്റൽ മുള വിട്ടില്ല പാവം കേട്ടാ ഇങ്ങനെ ചെയ്യല്ലേ കേട്ടാ. ചാച്ചിക്ക് അത്ര അറിവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ ഞാൻ ഈ ചേച്ചി ഒറ്റ ഡയലോഗ് മാത്രം പറഞ്ഞോണ്ടിരിക്കണേ നീ പിന്നെ എങ്ങനെയാ വന്നത് നീ ചേച്ചി തീ കുറച്ചു ചേച്ചി തീ കുറച്ചു ചേച്ചി. ഇപ്പൊ നിങ്ങളുണ്ടല്ലോ നീ ഫോട്ടോ റെഡി ഫോട്ടോ എടു വീഡിയോ എടു നീ. ചാച്ചി എന്നോട് ചേർത്തൊരു ഫോട്ടോ സെൽഫി ചാച്ചി നില്ല ചേച്ചി ഒരു ഫോട്ടോ എടുക്കട്ടോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ചേച്ചി എന്ത് ചെയ്യും ചേച്ചി? ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എന്തിനാ നീ പറ. ഞാൻ വീഡിയോ എടുക്കാൻ ചേച്ചി ചെയ്തു. ഇതിപ്പോ എന്ത് ചെയ്യും നീ ഇത്? എടാ ഒരു കക്കല പിടിക്കുന്ന തുണി എവിടെ? ആ തുണി വേണ്ട. ഇത് ഞാൻ ഇപ്പൊ എന്താ ചെയ്തേ ആ ഇനി അത് പൊളിക്കും എന്തോന്നു ഒന്നിനും സമ്മതിക്കല്ല മേഡം. ആര് നീ തന്നെ അങ്ങനെ സമ്മതിക്കുന്നില്ല മേഡം. ഞാൻ എന്ത് ഞാൻ എന്ത് ചെയ്യണം മേഡം? പറഞ്ഞു മേഡം. നിൽക്കും മേഡം. ഇത് അറിയാതെ വന്നേ മേഡം. അല്ല ഇതെന്തോ ഇത് പുകയാക്കിയോ? അങ്ങോട്ട് പോക ഫുള്ള് പോക ചെറുതായിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അതിലെല്ലാം വാരി വാരി മേഡം ഇടുന്നു മേഡം. ഞാൻ ഒന്നും ഇട്ടില്ല എല്ലാം ചേച്ചിയാണ് വാരിയിട്ടു ഈ ചേച്ചി ഒന്നും ചെയ്തില്ല. അത് നിങ്ങൾ കണ്ട ജാമ്യത്തിൽ ഇറക്കാനുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് ചേച്ചി ഒന്നും ചെയ്തില്ലല്ലോ. കരയല്ലേ ഇതൊക്കെ കള്ളക്കരച്ചില്ല കുഴപ്പമില്ല സത്യം സത്യം. അണ്ണാ ഞാൻ ജാമ്യത്തിൽ ഇറക്കാം അല്ല കരയാതെ പറയണമെങ്കിൽ മാത്രമേ എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റൂ. ഞാൻ രണ്ടാമത് മേഡം പറഞ്ഞിട്ട് ചെയ്തപ്പോ കാരണം മേഡം പറഞ്ഞ എനിക്കൊരു പേടിയുണ്ട്. കാരണം ഭർത്താവില്ലാത്ത 3 മക്കളെ വളർത്തുന്ന ഒരു മനസ്സിലായി. വ്യക്തിയാണ് ഞാൻ. എന്നെ എന്തിനീ ഇങ്ങനെ രണ്ടാമത് നോക്കാതെയാണ് സത്യം സത്യം ആണോ? സത്യമാണ്. സത്യമാണോ അല്ലേ? അവരൊന്നും ചെയ്തിട്ടില്ല. പകരം പകരം എനിക്ക് പേടിയുണ്ട്. അല്ല പകരം പകരം അവനെ കൊണ്ടുപോയാ സാക്ഷി ഉണ്ടല്ലോ സാക്ഷി ഞാനും ഉണ്ട്. വൃത്തിയോട്
ഞാൻ ഇച്ചിപ്പോ ചേച്ചി എന്നെ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞാൽ മതി. ഇവൻ എന്ത് ചെയ്യണം? ഇയാൾ ഇനി കുക്ക് ചെയ്യാൻ പാടില്ല, കാരണം ഈ ആഹാരത്തിന് കളങ്കം ചെയ്ത മനുഷ്യനാണ്. ഇയാളുടെ പേരിൽ കേസ് എടുക്കാൻ പറയുന്നത് ഇയാളെ പോലെ ഒരു വ്യക്തി, നാളെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ പാടില്ല മേഡം. ചെയ്യാൻ പാടില്ല. ആഹാരത്തിന്റെ കാര്യമാണ്, ആഹാരമാണ്. അതെ, കാരണം എല്ലാവർക്കും വച്ചു കൊടുക്കുന്ന ഒരു ആഹാരം. ഒരു നേരത്തെ ആഹാരത്തിനല്ലേ മേഡം എല്ലാവരും എല്ലാ വേഷങ്ങളും കിട്ടി എല്ലാ ജോലിയും ചെയ്യുന്ന ഞാൻ എയർപോർട്ടിലെ ക്ലിനിക് സ്റ്റാഫാണ്. ഇയാൾ ഇങ്ങനെ അഴുക്ക മനുഷ്യനായി പോയി. ഞാൻ ഇത്രയ്ക്ക് മേഡം ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല. ഈ കൊച്ചിപ്പം വന്നതാണ്. ഞാൻ കണ്ടു ഇയാള് വാരി ഇടുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫോണിൽ പിടി അവർക്ക്. അപ്പൊ ഇയാള് മാറിയെന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ സെൽഫി എടുക്കാനെന്ന് പറഞ്ഞ് സാറേ പറഞ്ഞു. ഇല്ല ഫോട്ടോ എടുക്കണമായിരുന്നു. ഒട്ടി പിടിച്ച് അപ്പൊ ഇവന് പെണ്ണുങ്ങളെ കാണുമ്പോഴേ ആ പ്രശ്നമുണ്ട്. പറയാത്തോണ്ട് അവൻ ഇങ്ങനെ പിടിച്ച് മാമി നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പിടിച്ച് മേഡം. അപ്പൊ നമുക്ക് ആ രീതിയിലൂടെ കേസ് എടുക്കാം മേഡം അല്ലേ? മാമി സത്യസന്ധമാണ്. അപ്പൊ എവിടെ പോണം കേസ് എടുക്കാനായിട്ട്? ഇപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്ത് പോയാൽ എന്റെ ഏരിയ അവിടെയാണ്. അവിടെയാണ് അല്ലേ? നമുക്ക് പേട്ടയിൽ പോയാലോ? പേട്ടയിൽ പോവാം. പേട്ടയിൽ അവിടെ കൗമുദി ചാനൽ ഉണ്ടല്ലോ, അവിടെ പോയി നമുക്ക് കേസ് കൊടുക്കാം. പോവാലോ? ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രാങ്ക് ഷോ ഉണ്ട്, അവിടെ നമുക്ക് കേസ് കൊടുക്കാം. ഓക്കെ, അറിയത്തില്ല. ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് ശ്യാം ചേട്ടൻ പറഞ്ഞിട്ട്. ഇത് പ്രാങ്കാണ്, എന്നെ ഒന്നും ചെയ്യാൻ. ശ്യാം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കുഞ്ഞുമോള് ചേച്ചിക്ക് കൊടുക്കണം, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ്. നമ്മുടെ ചേട്ടനാണ്, പാവമാണ്. നമ്മളെ ചേട്ടനാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആദ്യം ക്യാഷ് പ്രൈസ് ആണ്, സന്തോഷപൂർവ്വം സ്വീകരിക്കുക. താങ്ക് യു മേഡം. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ബീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.